അബി എവിടേക്കാ പോണ്? ഇന്ന് എല്ലാവർക്കും എക്സാം ഉണ്ട്. ഇന്ന് നിങ്ങള് ടെക്കൻ ട്രോഫും ഞങ്ങളെ കാമലും. എവിടേക്കാ പോണ്? ഒരു കോളേജിലുള്ളൂ. ഇവര് ഒരു കോളേജേ ഉള്ളൂ. ഞങ്ങക്ക് 2 കോളേജ് ഉണ്ട്, 2 ബ്ലോക്ക് ഉണ്ട്. ഞങ്ങളുടെ ഒരു കോളേജിൽ തന്നെ ഒരു 6-7 ബ്ലോക്ക് ഉണ്ട്. അതിൽ കാര്യമില്ല, ഞങ്ങൾക്ക് വേറെ വേറെ ബ്ലോക്കാണ്. ഒന്ന് പുറത്തും ഒന്ന് പുറത്തും. എന്ത് നമുക്ക് ഒരുപാടുണ്ട്. ചെറുതാണെങ്കിലും പവർ ഉണ്ട്. ഇനിയിപ്പോ എവിടേക്ക് പോണ്? ആദ്യമായിട്ടില്ല ഇന്ന് പോണത്. ഫസ്റ്റ് ഡേ ഓഫ് കോളേജ്. നീ ഇവിടേക്കല്ലേ വരുന്നത്? ഗൈസ് എന്റെ കണ്ണ് നോക്ക്, ചോന്നിരിക്കണുണ്ടോ? ഉറക്കൊഴിച്ച് പഠിച്ചാണ്. നല്ല രീതിക്കുള്ള ഉറക്കമായിരുന്നു. നല്ല രീതിക്ക് സാധനം നോക്കി നോക്കും. ഇന്നലെ രാത്രിയും പഠിത്തമില്ല. എടാ അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ പുറത്ത് വരും. ഇന്നെന്താ മറ്റേ വേറെ എന്തെങ്കിലും കഥയാണോ എഴുതാൻ പറയണത്? പുറത്ത് വരാൻ ഇന്ന് ശരുണിന്റെ കഥയാണ് എഴുതാൻ പോകുന്നത്. ശരുണിനെ പറ്റി. ബൈ ബൈ ബൈ. എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ ബൈ. ഹായ് ഗൈസ്, ഞങ്ങൾ രാവിലെ കോളേജിൽ പോയിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നപ്പോൾ ഫുഡുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബർഗർ അങ്ങോട്ട് നോക്കി പ്ലാൻ ആക്കി. നേരെ ബർഗറിലേക്ക് വരിക വിചാരിച്ചു. അപ്പോൾ വരുന്ന വഴിക്ക് നേരെ കൗഫ്ലാൻഡിലേക്ക് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങി നേരെ. എത്ര രൂപയ്ക്ക് സാധനം വാങ്ങി സുജി? 53 രൂപയ്ക്ക്. 50 മേലെ. ഒരു നേരത്തെ ഒരു ടൈമിൽ കഴിക്കാൻ 53 രൂപ. ശരുണ അത് നേരെ ഇന്ന് എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പോയത് കൗഫ്ലാൻഡ്? ഷാവിൻ ചേട്ടായി നമുക്ക് സ്പെഷ്യൽ ബർഗർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ബർഗർ മീ സ്പെഷ്യലിസ്റ്റ് ഷെഫാണ്. അപ്പോൾ ഷാവിൻ ചേട്ടായിൻ്റെ ബർഗർ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആനന്ദ് ചേട്ടായി അവിടെ ചോറ് ലിവർ കറിയല്ല, ബാക്കി സാധനം അവിടെ. പിന്നെ അത് കോഴിക്കറി കറി ഉള്ളതുകൊണ്ട് ഓണം പോലെ എണ്ണ പോലെയാണ് ബർഗർ ഉണ്ടാക്കി. ബർഗർ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിരുന്നു ബർഗർ. എന്തായാലും കളർഫുൾ. ഇത് ബർഗർ മീത്തെ ഒരു ട്രെൻഡ് ഓണം പോലെ എന്നുള്ള ഒരു ലെവലിലാണ്. കോള കഴിയുന്നുണ്ട്. സിയാദക്ക് വന്ന സീനാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിയാദക്കല്ല ഓടിച്ചായനെ അറിഞ്ഞാലേ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞു. എന്താ ചെയ്യുന്നത് ഗൈസ്? ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല, കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഗൈസ് വരുമ്പോ എല്ലാവർക്കും വർക്ക് തിരക്ക് കാരണം രാവിലെ എല്ലാവരും കോളേജിൽ. അതെ, എല്ലാവർക്കും തിരക്കായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടായിരുന്നില്ല. കോള കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ ഇത് ഇവിടെ കിട്ടുന്ന മുട്ടയാണ്. പിന്നെ കുറച്ച് ഇങ്ങനെ കുറച്ച് പാലും കാര്യങ്ങളൊക്കെ. പിന്നെ ബർഗർ ഐറ്റംസ്. ബർഗർ വെളിച്ചെണ്ണ കുളിക്കുന്നതിന് മുമ്പ് പൊട്ടിച്ചാണ്. എന്റെ വെളിച്ചെണ്ണ അന്ന് കൊടുന്ന് കഴിഞ്ഞു. കാച്ചിയ വെളിച്ചെണ്ണ, മമ്മിയുടെ സ്പെഷ്യൽ വെളിച്ചെണ്ണ. മുടി കൊഴിച്ചിലില്ല, താരനില്ല. സിയാദിന് നല്ല സ്പെഷ്യൽ എണ്ണ. ആനന്ദ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനന്ദ് ഇപ്പൊ എന്താ വെക്കുന്നത്? ലിവർ കറി. ഇതാണ് ലിവർ. വരട്ടി അങ്ങോട്ട് ഒരു പരുവ് ആക്കുന്നുണ്ട്. ശരുണ് കറി വെച്ചാൽ പറ്റില്ല, അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ ഫ്രൈ ചെയ്യാണ്. ആക്ച്വലി ഇത് ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. പക്ഷേ അത് വേറെ ടൈപ്പിൽ വെച്ചപ്പോൾ വേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ശരുണ് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം. നാടൻ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ലിവർ ഫ്രൈ ചെയ്യുമ്പോഴാണോ അതിന് ടേസ്റ്റ് വരുന്നത്? നല്ല കുരുമുളകൊക്കെ ഇട്ട് അല്ലേ, വെളുത്തുള്ളിയൊക്കെ ഇട്ട് അല്ലേ, അതിന്റെ ഒരു രുചി വേറെയാണല്ലോ. പക്ഷെ നമ്മളന്ന് കഴിഞ്ഞ തവണ എന്താ വെച്ച് കറിയെ വെച്ച് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അന്ന് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉള്ളത് കറിയാക്കി, ചോറിനൊപ്പം ഒന്ന് പിടിക്കാൻ കറിയാക്കി. പക്ഷെ അന്ന് കുറച്ച് വേവ് കുറവായിരുന്നു അല്ലേ? വേവ് കുറവായിരുന്നു. അപ്പൊ അത് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ഇവിടെ ചോറാവുന്നുണ്ട്, ഇപ്പുറത്ത് ചിക്കൻ കറി ആവുന്നുണ്ട്, അവിടെ ലിവർ ഉണ്ട്, ഇവിടെ നേരെ ബർഗർ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓക്കെ ഗൈസ്, എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാം. ബൈ ആനന്ദ്. ബൈ സൈനിങ് ഓഫ്. ശരി, ഓക്കെ ബൈ. ഞങ്ങൾ കഴിച്ചിട്ട് കാണാം. ഓക്കെ ഷാബി ബൈ ബൈ. അവൻ കുളിക്കാനുള്ള പോക്കിലാണ്. ബൈ 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 ബൈ.